ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ചെറിയൊരു ടിപ്സും കൊണ്ടാണ്. കൂടെ നമ്മുടെ കുഞ്ഞു വിശേഷം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ്, മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുത്തുകളിലെ കുഞ്ഞു കുത്തുകൾ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു ടിപ്സാണ്. അപ്പോൾ ഈ ടിപ്സ് നമുക്ക് ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ലൊരു ചേഞ്ച് തന്നെ നമ്മുടെ മുഖത്ത് കാണാൻ സാധിക്കും കേട്ടോ. ഈസി ടിപ്സാണ്. ഒരു പ്രത്യേകിച്ച് ഇതിനായിട്ടൊന്നും സമയമൊന്നും കണ്ടെത്തേണ്ട. ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇതിന് ഈ ഒരു ടിപ്സ് ചെയ്യാൻ കേട്ടോ. ഈസി ടിപ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ കാണാം, എന്നിട്ട് നമുക്ക് ടിപ്സിലേക്ക് അങ്ങ് കിടക്കാം. അപ്പോൾ ഇന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. പിന്നെ പൊറോട്ടയുണ്ട്. പൊറോട്ട ഇന്നലെ വൈകുന്നേരം മേടിച്ചതാണ്. പിന്നെ രാവിലെ കൂടെയാണ് ചൂടാക്കിയെടുത്തത്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ നല്ല ചിക്കൻ റോസ്റ്റ്. ഇതാട്ടോ രാവിലെ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ സമയം ഒരുപാടായി. അപ്പം ഞങ്ങൾ വേഗം ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പറമ്പിലോട്ട് അങ്ങ് വന്നേക്കാണ്. നമ്മുടെ താഴത്തെ പറമ്പിലാണ് കേട്ടോ. ഇവിടെ കുറേ കൊക്കോപ്പഴം ഉണ്ട് പറിക്കാനായിട്ട്. കൊക്കോപ്പഴമൊക്കെ കേടായി തുടങ്ങി കേട്ടോ, മഴ കാരണം. ഇതുണ്ടോ ഏലം, കണ്ടോ ഏലം. മഴ കാരണം എല്ലാം അധികം ചീഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയല്ലായിരുന്നു പെയ്തത്, കണ്ടോ. നമ്മുടെ കൊക്കോപ്പഴം ഇതാ, നല്ല പഴുത്ത കൊക്കോപ്പഴം. ചീഞ്ഞു പോയിന്ന് കാണിച്ചു തരാം. ഉറുമ്പിൻ്റെ കുറുമ്പ് ഇതാ ചീഞ്ഞു പോയത്. അത് ചീഞ്ഞു പോയതും എടുക്കില്ലേ? കഴുകിയിട്ട് ഉണക്കി എടുക്കാൻ പറ്റില്ലേ? എടുക്കാൻ പറ്റില്ല, കളയേണ്ടി വരും. അപ്പോൾ ചേട്ടാ ഇതാ ഇത്രയും കൊക്കോപ്പഴം പറിച്ചിട്ടുണ്ട്. ഇനി മരത്തിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറുവാണ് കേട്ടോ. ആ കത്തി പുതിയ കത്തിയാണ്. കത്തി ഇന്നാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതാ എൻ്റെ മണ്ടയ്ക്ക് ഒരു പഴുത്ത കൊക്കോ കണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എൻ്റെ കൈ വേദനയ്ക്ക്. ഇതാണ് പറിച്ചതേ. ഇതിനേക്കാളും വലുത് ഓർമ്മയുണ്ട്. ഇതാ അതിൻ്റെ മണ്ടയിൽ ആ കൈ വരുന്ന ആ ഭാഗത്ത് കണ്ടോ? അത് വലുതാ, അത് കിട്ടുള്ളൂ. ഇതല്ല പഴുത്ത കൊക്കോപ്പഴമാണേ. നമ്മുടെ ഏലക്കൊക്കെ എന്തായെന്ന് നോക്കാം അല്ലേ. ഞാൻ പറഞ്ഞില്ല കുറേ എണ്ണം പോയി മഴ കാരണം. സാരമില്ല. കാപ്പിക്കുരു കണ്ടോ? ഉണ്ണീസ് കണ്ടില്ല കേട്ടോ ഞങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ പുറകെ വന്നേനെ. എന്താ കാപ്പി എല്ലാം മഴ കാരണം ഇലയൊക്കെ ഇരിക്കുന്നുണ്ടോ ചീഞ്ഞിട്ട്. ഇവിടെ മൊത്തം കാടായേ. ഈ മഴയത്ത് നായങ്ങോട്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? ഈ കാപ്പിക്കുന് എന്തോ ഒരു പേരുണ്ട്. ഇതിനെന്താ ഒരു പേര് പറഞ്ഞേ? ഈ കാപ്പി ചെടിക്ക് എന്തൊരു പേരുണ്ടല്ലോ. ഏതിനോ? കൃഷ്ണഗിരിയോ? കൃഷ്ണഗിരി കാപ്പി എന്നാണ് പറഞ്ഞത്. നന്നായിട്ട് വിളവുള്ള കാപ്പി ഇനമാണ് കേട്ടോ. ഇതാ നമ്മുടെ മുരിങ്ങയില. ഇത് കാന്താരി എടുക്കണില്ലേ, പഴുത്ത് തുടുത്ത കാന്താരി കണ്ടോ. ഉണ്ണി പറഞ്ഞിട്ടോ, ഉണ്ണി പറയുവാണേ പപ്പ ഇപ്പം കുരങ്ങനെ പോലെ ആയല്ലോ എന്ന്. മരത്തിൻ്റെ പൊക്കത്ത് തീർന്ന് കണ്ടിട്ട്. ഇതാ കാന്താരിയൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. തൊടുമ്പോൾ തന്നെ കയ്യിലോട്ടങ്ങ് വീണു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരിയും കൂടെ ഒന്ന് പറിച്ചേക്കാം. ഉച്ചയ്ക്ക് കപ്പ പുഴുങ്ങുന്നുണ്ട്. കപ്പയും
ഇറച്ചിക്കറിയാണ് കേട്ടോ. അന്നേരം നമുക്ക് എന്തോ കുറച്ച് കാന്താരിയും കൂടി അങ്ങ് പറിച്ചെടുക്കാം. പഴുത്ത കാന്താരി പറിച്ചെടുക്കാം. പച്ചക്കാന്താരി അവിടെ കിടക്കട്ടെ. നല്ല ഉണ്ണിക്കുട്ടൻ വരുമോയെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വന്നാൽ അവനെ എടുത്ത് നിർത്താൻ പറ്റില്ലേ. അവൻ എടുക്കേണ്ടി വരും. ഞാൻ അതിനേക്കാൾ നല്ലത് അവൻ അവിടെ നിൽക്കണം നല്ലത്. അങ്ങനെ ഞാൻ കുറച്ച് കാന്താരി പറിച്ചിട്ടുണ്ട്. അത് മതി. മുകളിൽ കുറച്ച് പഴുത്ത കാന്താരി, അതും കൂടെ പറിച്ചേക്കാം. അപ്പം നമ്മുടെ കപ്പപ്പുഴിക്കുള്ള കാന്താരിക്കായി. ഭയങ്കര എരിവാട്ടാ. 3 എണ്ണം മതി. നല്ല എരിവാണ്. അപ്പോൾ ഇവിടെ കൊക്കോ വറുക്കട്ടിൽ നമുക്കപ്പോൾ അകത്തോട്ടങ്ങ് കയറിയേക്കാം. ഇവിടെയും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയും കുറേ കാന്താരി കണ്ടോ പഴുത്ത് കിടക്കുന്നുണ്ട്. ആർക്കും വേണ്ട കേട്ടോ. നമുക്ക് ഇവിടുന്നും കൂടി അങ്ങ് കുറച്ചങ്ങ് പറിക്കാം. ഞാൻ വിചാരിച്ച റോഡിൻ്റെ സൈഡിൽ കുറച്ച് കാന്താരി ഇടുപ്പുണ്ടായിരുന്നേ. ഞാൻ അവിടുത്തെ പറിക്കാൻ ചെന്ന് നോക്കുമ്പോൾ ഇവിടെയും കുറേ പഴുത്ത് കിടപ്പുണ്ട്. നമ്മൾ അവിടെ നേരത്തെ പറിച്ച കാന്താരിനേക്കാളും ചെറിയ ഇനമാണ്. നേരത്തെ പറിച്ച കാന്താരി ഇത് കൊണ്ടോ വലുത്. ഇപ്പോൾ പറിച്ച് നോക്കിയേ ചെറിയ കാന്താരി വേഗം പഴുക്കുന്നതിനാണ്. കൊക്ക പറിച്ചു കഴിഞ്ഞാ? ഓ എൻ്റെ മുടി കുടുങ്ങി. എടാ ഉണ്ണീസേ, ഈ കാന്താരി മേശ കൊണ്ടുവയ്ക്കോ? കൊണ്ടുവച്ചോ. മിടുക്കനാണേ, മിടുമിടുക്കനാണേ. എന്താ ഇവിടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി? എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. ഇവിടുന്ന് കരയുന്ന ഒച്ച എനിക്ക് താഴെ വരെ കേൾക്കാലോ. മുഖം ഒന്ന് കാണിച്ചേ. ഒരാൾ എന്തേ അടി കൂടിയാ? രണ്ടാൾ അടി കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒച്ചയും ബഹളും താഴേന്ന് എനിക്ക് കേൾക്കായിരുന്നേ. എന്താ എന്താ മോനെ ചെയ്തത്? വേറെ ഒരു പണിയില്ല അല്ലേ? അടികൂടൽ തന്നെ. ഞങ്ങളുടെ വരട്ടെ, ഞാൻ വടി എടുക്കട്ടെ. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ കൊക്കോക്കയാണ് ഈ കാണുന്നത്. നല്ല പഴുത്ത കൊക്കോ. ആഹാ, ഇതൊന്ന് പൊട്ടിച്ചെന്നേ. കുഞ്ഞാവേട്ടോ അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണത്. നല്ല പഴുത്തത് എടുക്ക്. ആഹാ, കണ്ടോ? എന്താ അയ്യടി, ഇതെനിക്കാ. ഇതുണ്ടോ, നല്ല രുചിയാട്ടോ അത് കഴിക്കാൻ. ഈ കൊക്കോ പരിപ്പ് കഴിക്കരുത്. കൊക്കോ പരിപ്പ് നല്ല കയ്പ്പാണ്. ഇതിൻ്റെ ഈ പഴുപ്പ് മാത്രം കഴിക്കാം. ഇല്ലേ, ഇതുപോലെ കിട്ടും. നല്ല മധുരം. ഇതായാലും പൊടിച്ചു കേട്ടോ. അവന് വേണോ? എന്നാൽ ഞങ്ങളും പൊട്ടിക്കാൻ കൂടാട്ടോ. ഞാൻ പൊട്ടിച്ചു തരാം. ഞങ്ങൾ ഒന്ന് കൊക്കോക്ക പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഓ, ഉണ്ണീസിൻ്റെ വണ്ടി. നമ്മുടെ ഉണ്ണീസ് വന്നിട്ടുണ്ട്. എന്നാ ഉണ്ണീസിനെ പൊട്ടിച്ചേരാം. എന്നാ ഫോൺ ഇരിക്കുന്നുണ്ട്, എനിക്ക് ശരിക്കും പൊട്ടിക്കാൻ പറ്റണില്ലേ. അപ്പം ഞങ്ങൾ വേഗം ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ.
ഞങ്ങൾക്ക് 2 ബക്കറ്റ് എടുത്തോളം കൊക്കോ പരിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു 2000 രൂപ കിട്ടിയില്ലെങ്കിൽ ഒരു 1500 1600 രൂപയ്ക്കുള്ള കൊക്കോ പരിപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മാറ്റണം. കൊക്കോ തൊണ്ടെല്ലാം എടുത്ത് മാറ്റണം. ഇത് വെറുതെ ഇങ്ങനെ എടുത്ത് നമ്മൾ പറമ്പിലൊന്നും ഇടാനും പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് മുട്ടയിടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പറമ്പിലിടാനും പറ്റില്ല. ഇങ്ങനെ എന്താ പറയുക, കഷ്ണങ്ങളായിട്ട് നമ്മുടെ മരത്തിൻ്റെ ചോട്ടിലോ മരത്തിന് എന്തെങ്കിലും കൊക്കോ മരത്തിൻ്റെ ചോട്ടിലിട്ടാലും നല്ലൊരു വളമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചവരെയുള്ള പരിപാടികൾ. അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് നേരെ ടിപ്സിലേക്ക് കിടക്കാതെ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ്, മുഖത്ത് കാണുന്ന കറുത്ത കുത്തുകൾ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ മാറാനൊക്കെ പറ്റിയ സൂപ്പർ ടിപ്സാണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ലൊരു ചേഞ്ച് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റുള്ള കറുത്ത പാടൊക്കെ കുറയാൻ ഈ ഒരു ടിപ്സ് സൂപ്പറാണ്. നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇത് എന്ത് സാധനം നോക്കാതെ. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഉരുളക്കിഴങ്ങ്. ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് മതി കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയിൽ കഴുകി ഇതിൻ്റെ തൊലി ചെത്തിക്കളയേണ്ട, ചിരണ്ടി കളഞ്ഞാൽ മതി. ചിരണ്ടി കളഞ്ഞതിന് ശേഷം നല്ല വൃത്തി കഴുകണം. കഴുകിയിട്ട് ചെറിയ മിക്സിയുടെ ജാറിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് എന്നിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്ത നീര് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പ വെച്ചോ കോട്ടൺ തുണി വെച്ചോ ഒക്കെ അരിച്ചെടുക്കുക. ആ നീരിലോട്ട് നമ്മൾ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതാണ് ചെറുനാരങ്ങ. അല്പം ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തും കഴുത്തിലും നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടും തന്നെയാണ് ഈ ഒരു ടിപ്സ്. നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പുണ്ടെങ്കിൽ നന്നായിട്ട് കുറയും. മുഖത്ത് കാണുന്ന അതായത് ചില ആൾക്കാർ കാണാറുണ്ട് പുള്ളികൾ, അല്ല കറുത്ത കുഞ്ഞു കറുത്ത പുള്ളികളുണ്ട്. അതൊക്കെ കുറയാനൊക്കെ ഈ ഒരു ടിപ്സ് സൂപ്പറാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലും മാറുന്നതാണ്. അപ്പോൾ സൂപ്പർ ടിപ്സാണ് കേട്ടോ. എല്ലാവരും ഡെയിലി ചെയ്തോളാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കഴുത്തിനൊക്കെ നല്ല കറുത്ത പാടുണ്ടായിരുന്നുണ്ട്. ഇപ്പോഴല്ല, നമ്മൾ ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മുടെ കഴുത്തിന് ചുറ്റിനും കൊതുകിനെ തള്ളിയതാട്ടോ. കഴുത്തിന് ചുറ്റിനും കറുത്ത പാടുകളുണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീരും ചെറുനാരങ്ങയുടെ നീരും മിക്സ് ചെയ്തിട്ട് കഴുത്ത് തേച്ചുകൊണ്ടാണ് എൻ്റെ കഴുത്തിന് ചുറ്റിനും കറുത്ത പാട് കുറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തേക്കാവുന്ന. ഞാൻ ഡെയിലി തേക്കാറുണ്ടായിരുന്നു കേട്ടോ. നല്ല വണ്ണങ്ങ് കുറവ് കിട്ടി. പിന്നെ നിങ്ങൾക്ക് മടിച്ചികളുടെ കാര്യം പറയാം. അതായത് ഉരുളക്കിഴങ്ങ് തൊലി കളയാനും അരച്ചെടുക്കാനും പിഴിഞ്ഞെടുക്കാനൊക്കെ മടിയുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, അവർക്ക് ഞാൻ വേറെ ടിപ്സ് പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇത് കഷ്ണം മുറിച്ചെടുത്താണേ. ഉരുളക്കിഴങ്ങ് എടുക്കുക. എന്നിട്ട് നല്ല വൃത്തി കഴുകിയിട്ട് തൊലിയൊക്കെ കളയുക കേട്ടോ. എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. ചെറുതായിട്ട് ലൈറ്റായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് നോക്കിയാൽ നല്ല ഒരു നനവ് കണ്ടോ, ഉരുളക്കിഴങ്ങിൻ്റെ നീര്. ഇതാണ് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ അങ്ങ് തേച്ചങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെടുക്കുമ്പം ഒരു 5-6 എടുക്കേണ്ടി വരും. ഇതൊന്നും മുറിച്ചെടുക്കാവേ. ഇല്ലേ, കഴുത്തിന് ചുറ്റിനും കറുത്ത പാടുള്ള സ്ഥലത്തൊക്കെ അങ്ങ് തേച്ചങ്ങ് കൊടുക്കുവാണെങ്കിൽ കറുത്ത പാടൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞോളും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കണ്ണിനും ചുറ്റിനുള്ള കറുത്ത പാടൊക്കെ ഇല്ലേ, അത് കുറയാനും നമുക്കിതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇച്ചിരി കൂടെ ഇതുപോലെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് എടുത്താൽ മതി. അല്ലാതെ മിക്സിയിലെ ജാറിലൊന്ന് അരച്ചെടുക്കണ്ട. അതായത് മടിച്ചുകളുടെ കാര്യമാണ് പറയണത്. ഇനി കണ്ണിന് ചുറ്റും നമുക്കിത് വയ്ക്കണമെങ്കിൽ ഇതേപോലെ തന്നെ റൗണ്ടിലങ്ങ് റൗണ്ടിലങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കണ്ണിന് ചുറ്റും നല്ല കറുപ്പ് കുറയുകയും ചെയ്യും. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പും കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും
ചെയ്തെടുക്കാവുന്നതാണ്. വലിയവർ ചെറുതവരൊന്നുമില്ല, എല്ലാവർക്കും പറ്റിയ ഈസി ടിപ്സാണ് കേട്ടോ. ഇതിന് പിന്നെ അലർജി എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ചെറുനാരങ്ങയുടെ നീര് ഇപ്പോൾ എന്തെങ്കിലും സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ പറയാൻ വേണം എന്തായാലും അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഉരുളക്കിഴങ്ങിൻ്റെ നീര് എടുക്കുക. ഉരുളക്കിഴങ്ങ് നീര് എടുക്കുമ്പോഴും അങ്ങനെയുള്ളവർ സെൻസിറ്റീവ് സ്കിന്നുള്ളവരും ഉരുളക്കിഴങ്ങ് നീര് അലർജി ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മുഖത്തൊക്കെ തേച്ചാൽ മതി കേട്ടോ. കഴുത്തിൽ തേക്കുന്നതിനും കുഴപ്പമില്ല, മുഖത്ത് തേക്കുന്നവരാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പം ചൊറിച്ചിൽ പോലെ ചില ആൾക്കാർക്ക് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ല, എൻ്റെ ഓയിലി സ്കിന്നാണ്, എനിക്ക് എന്ത് തേച്ചാലും പ്രശ്നമില്ല കേട്ടോ. ഓയിലായിട്ടുള്ള സംഭവമൊന്നും തേക്കാൻ പറ്റില്ല, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ഈസി ടിപ്സാണ്. ഉരുളക്കിഴങ്ങ് നീരും ചെറുനാരങ്ങയുടെ നീരും നന്നാക്കി മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലൊക്കെ തേച്ചെടുക്കുക. മുഖത്ത് തേക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചെറുനാരങ്ങ നീര് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട, കുറച്ച് അങ്ങ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് അറിയാമല്ലോ, അളവൊക്കെ അറിയാമല്ലോ. അതായത് 1 സ്പൂണ് ഉരുളക്കിഴങ്ങ് നീരാണെങ്കിൽ 2-3 തുള്ളി ചെറുനാരങ്ങ നീരങ്ങ് പിഴിഞ്ഞാൽ മതി കേട്ടോ. അല്ല, നീരങ്ങ് എടുത്താൽ മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലൊക്കെ തേച്ചെടുത്താൽ മതി. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നല്ലവണ്ണം കുറയും. ഡെയിലി ചെയ്താൽ മതി. ഡെയിലി ചെയ്യുമ്പോൾ നല്ലൊരു ചേഞ്ച് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോസായിട്ട് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.